ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദേവയാനിയുടെ രൂപത്തിലെത്തിയ ഗൗരി പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഗംഗ മഹിയുടെ റൂം വൃത്തിയാക്കാനായി പോകുന്നു. മഹിയുടെ റൂമിലേക്ക് എത്തിയ ഗംഗ മോപ്പും റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വാഷ്റൂമിൽ ആരോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ബാത്റൂമില് വെള്ളം പോകുന്ന ശബ്ദം കേട്ടതും ഉടനെ ഗംഗയ്ക്ക് സംശയമായി. ആരായിരിക്കും ബാത്റൂമിൽ കയറിയിട്ടുണ്ടാവുക? ആരാ വെറുതെ പൈപ്പ് തുറന്നിട്ടിട്ട് പോയത് എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് വേഗം തന്നെ ഗംഗ ബാത്റൂമിലേക്ക് ചെന്ന് കയറി. ഈ സമയത്ത് ആരാണ് ഇവിടെ ഉള്ളത് എന്ന സംശയം ഗംഗയുടെ മനസ്സിലായതുകൊണ്ട് ഗംഗ വേഗം തന്നെ അകത്ത് കയറി നോക്കാനായി ശ്രമിച്ചിട്ടും തുറക്കാനാകാത്തത് കൊണ്ട് അവസാനം വാതിൽ ആരോ തുറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ മഹി വാതിൽ ഗംഗ ഉടനെ തന്നെ ശക്തിക്ക് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വാതിൽ തുറന്ന് നേരെ മഹിയുടെ ദേഹത്തേക്ക് ചെന്ന് വീഴുന്നു. മഹിയും ഗംഗയും കൂടി നേരെ ആ ബാത്റൂമിന് സൈഡിലേക്ക് ചെന്നെത്തിയതും മഹിയുടെ കൈ അറിയാതെ ആ ഷവറിന്റെ സ്വിച്ചിൽ അമർന്നു. അങ്ങനെ ഷവർ ഓൺ ആവുകയും വെള്ളം മുഴുവൻ മഹിയുടെയും ഗംഗയുടെയും ദേഹത്തേക്കായി ഒഴുകുന്നു. അങ്ങനെ ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൽ ഗംഗയും മഹിയും ഒരുമിച്ച് നിന്ന് നനഞ്ഞു. മഹി ഗംഗയുടെ മുഖത്തേക്ക് ആ വെള്ളത്തുള്ളികൾ വീഴുന്നത് കണ്ട് വളരെ പ്രണയത്തോടെ ഗംഗയെ നോക്കുന്നു. മഹിയുടെ നോട്ടത്തിൽ ഒന്നും മിണ്ടാനാകാതെ മഹിയോടുള്ള സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മഹി തന്റെ അരികിലേക്ക് സ്നേഹത്തോടടുക്കുമ്പോൾ ഗംഗയ്ക്ക് അതിനോട് എതിർപ്പ് കാട്ടാനാകാതെ ഗംഗയും മഹിയെ നോക്കി പുഞ്ചിരിച്ചു. മഹി വളരെ സ്നേഹത്തോടെ ഗംഗയുടെ തോളിലേക്ക് തന്റെ കൈകൾ ചേർത്തു. ആ സമയത്ത് ഗംഗ മഹിയെ തന്നെ ഉറ്റുനോക്കി. മഹി വളരെ സന്തോഷത്തോടെ ഗംഗയുടെ മുഖത്തേക്ക് ആ വെള്ളത്തുള്ളികൾ വീഴുമ്പോൾ ഗംഗയെ അരികിലേക്ക് ചേർത്ത് പിടിക്കുന്നു. ഗംഗ മഹിയുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മഹിയെ തന്നെ നോക്കി പുഞ്ചിരിയോടെയും നാണത്തോടെയും തല കുനിച്ചങ്ങനെ നിൽക്കുമ്പോൾ മഹി വളരെ പ്രണയത്തോടെ ഗംഗയുടെ മുഖത്തേക്ക് അടുത്തു. ഗംഗയുടെ മുഖത്ത് തന്റെ വിരലുകൾ ഓടിച്ച് മഹി ആ കവിളിലേക്ക് തന്നെ നോക്കി നിന്നു. അവസാനം ഗംഗയുടെ മുഖം തന്റെ മുഖത്തോട് ചേർത്ത് പിടിക്കാനായി മഹി ഒരുങ്ങുമ്പോഴേക്കും ഗംഗ വേഗം തന്നെ മഹിയെ തന്റെ അരികിൽ നിന്ന് മാറ്റുന്നു. മഹിയേട്ട എന്ന് പറഞ്ഞ് ഗംഗയെ മാറ്റി നിർത്തി ഗംഗ മഹിയെ മാറ്റി നിർത്തിയതിനു ശേഷം വേഗം ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. പുറത്തിറങ്ങിയ ഗംഗ നനഞ്ഞു കുതിർന്നു നിന്നതിനാൽ ദേഹമാകെ വെള്ളത്തുള്ളികൾ വീണതുകൊണ്ട് നനഞ്ഞതിനാലും ഗംഗ ആകെ തണുത്ത് അങ്ങനെ വിറച്ചുകൊണ്ട് നിന്നു. മഹി ഗംഗ തന്റെ അരികിൽ നിന്ന് പോയത് നാണം കൊണ്ടായിരിക്കുമെന്ന് കരുതി മഹി പുഞ്ചിരിയോടെ ഗംഗയുടെ അരികിലേക്ക് വീണ്ടും മുൻതി. ഗംഗ പുറത്തിറങ്ങി നനഞ്ഞതിനാൽ ആകെ വിറച്ചു നിൽക്കുന്നത് കണ്ട് മഹി കുറച്ചു നേരം പിന്നിൽ വന്ന് ഗംഗയെ നോക്കി പുഞ്ചിരിച്ചു. ഗംഗയും മഹിയെ നോക്കി ചിരിയോടെ നോക്കി നിന്നു. ഗംഗയുടെ അരികിലേക്ക് മഹി വന്നു ചേർന്നതും മഹിയുടെ അരികിൽ താൻ ചേർന്ന് നിന്നതുമൊക്കെ ഇരുവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നു. അത് ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ മഹി വേഗം ഒന്ന് ചിരിച്ചതിന് ശേഷം നേരെ അവിടെ നിന്ന് പോകുന്നു. ഗംഗ അപ്പോഴും മഹി തന്റെ മുഖത്തേക്ക് നോക്കിയ ആ നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് അങ്ങനെ നിന്നു. അപ്പോഴേക്കും മഹി വേഗം തന്റെ തല തോർത്തിയതിനു ശേഷം മറ്റൊരു ടവലുമായി ഗംഗയ്ക്ക് അരികിലേക്ക് എത്തി. തല തോർത്ത് എന്ന് പറഞ്ഞ് ആ ടവല് ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തു. ഗംഗ വേഗം തന്റെ മുടിയെല്ലാം ആ ടവൽ ഉപയോഗിച്ച് തോർത്തി. തല തോർത്തി കഴിഞ്ഞതും ഗംഗ വേഗം പോകാനായി വാതിൽ തുറക്കാൻ ചെന്നു. ഗംഗ തല തോർത്തിയതിനു ശേഷം ആ ടവൽ മഹിയുടെ നേരെ നീട്ടി. മഹി അത് വാങ്ങിച്ച് ആ ബെഡിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും ഗംഗ പെട്ടെന്ന് പോകാനായി വാതിൽ തുറക്കാനായി ശ്രമിച്ചു. ആ സമയത്ത് എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ കഴിയാത്തത് കൊണ്ട് മഹിയോട് ഗംഗ പറഞ്ഞു, മഹിയേട്ട വാതിൽ തുറക്കാൻ കഴിയുന്നില്ല എന്ന്. ഈ സമയത്ത് ഗൗരി തന്റെ കുസൃതികൾ കാണിച്ചു തുടങ്ങി. ഗൗരി പുറത്തുനിന്ന് ശക്തമായി ആ വാതിൽ അടച്ചതായിരുന്നു. ഗംഗയും മഹിയും കുറച്ചു നേരമെങ്കിലും അവരുടെ പിണക്കം മാറി അവരുടെ ഇടയിലുള്ള അകൽച്ച മാറി കിട്ടുന്നതിന് വേണ്ടി ഗൗരി മനഃപൂർവ്വം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ ഗംഗയുടെയും മഹിയുടെയും പരിഭവങ്ങൾ ഇല്ലാതാകാൻ ഗൗരി കാവലായി നിൽക്കുന്നു. വാതിൽ തുറക്കാൻ എത്ര മഹി കൂടി ശ്രമിച്ചിട്ടും ഇരുവർക്കും അതിന് കഴിയുന്നില്ല. ആ സമയത്ത് പിന്നെ പുറത്തു നിന്ന ഗൗരിയുടെ ആത്മാവ് പറഞ്ഞു, ഗംഗേ, നിന്റെ മനസ്സിൽ മഹിയേട്ടനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. അത്രത്തോളം നീ മഹിയേട്ടനെയും എന്റെ മോൾ മാളുവിനെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന നിന്റെ ആ മനസ്സിനെ കൂടുതൽ വേദനിപ്പിച്ചത് മഹിയേട്ടന്റെ അമ്മയാണ്. മഹിയേട്ടന്റെ അമ്മയുടെ ചതിയിൽ നിന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ മഹിയേട്ടന്റെ സാന്നിധ്യത്തിൽ മഹിയേട്ടന്റെ ആ ഒരു സാമീപ്യം കൊണ്ട് നിന്റെ മനസ്സിന്റെ ആ കലങ്ങിക്കിടക്കുന്ന നിന്റെ മനസ്സ് തെളിയട്ടെ. നിന്റെ മനസ്സിലെ ആ ഭയം ഇല്ലാതാകട്ടെ.
മഹിയേട്ടനുമായി നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടിയാണ് ഗംഗെ ഞാൻ ഈ ചെയ്യുന്നത്. മറ്റേതൊരു പെണ്ണും മഹിയേട്ടനെ സ്വന്തമാക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ഗംഗെ, നീ മഹിയേട്ടനെയും മാളുവിനെയും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ മോൾക്ക് ഒരു നല്ല അമ്മയെ കിട്ടുകയുള്ളൂ. എൻ്റെ മോളുടെ മുഖത്ത് പുഞ്ചിരി വിടരുകയുള്ളൂ. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗൗരി മഹിക്കും ഗംഗയ്ക്കും കാവലായി പുറത്തു നിന്നു. ഈ സമയത്ത് മഹി എത്ര ശ്രമിച്ചിട്ടും ഡോറ് തുറക്കാൻ കഴിയാത്തത് കൊണ്ട് മഹി പറഞ്ഞു, ഗംഗ, ഡോറ് തുറക്കാൻ സാധിക്കുന്നില്ല, എന്ത് പറ്റിയെന്നറിയില്ല എന്ന് പറഞ്ഞതും ഗംഗ ആകെ വിഷമത്തോടെ മഹിയെ നോക്കി. അപ്പോഴേക്കും മഹി ഗംഗയുടെ അരികിലേക്ക് ചെന്നു. ഗംഗ ആ ഭിത്തിയോട് ചേർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ മഹി ഗംഗയുടെ അരികിലേക്ക് എത്തി. മഹി ഗംഗയോട് പറഞ്ഞു, ഒരു കണക്കിന് വാതിൽ തുറക്കാൻ കഴിയാത്തത് നല്ല കാര്യം തന്നെ. നമുക്ക് രണ്ടുപേർക്കും മാത്രമായി കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് മഹി ഗംഗ ആ ഭിത്തിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഗംഗയെ തന്റെ കൈകൾക്കുള്ളിൽ എന്ന പോലെ ഭിത്തിയിലേക്ക് തന്റെ രണ്ട് കൈകളും ഗംഗയുടെ ഇരുവശത്തായി ചേർത്ത് ആ ഭിത്തിയോട് ചേർത്ത് പിടിച്ചിട്ട് മഹി കുറെ നേരം ഗംഗയെ തന്നെ നോക്കുന്നു. മഹിയുടെ ആ നോട്ടം ഗംഗ വീണ്ടും മഹിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ തനിക്ക് അധിക നേരം മഹിയെ നോക്കാൻ കഴിയാത്തതിനാൽ ഗംഗ കണ്ണുകൾ മാറ്റുന്നു. മഹി വീണ്ടും വീണ്ടും ഗംഗയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഗംഗ മുഖം പതുക്കെ താഴേക്ക് താഴ്ത്തി അങ്ങനെ നിൽക്കുമ്പോൾ മഹി ഗംഗയുടെ മുഖത്തെ ആ മുടിയിഴകൾ പതുക്കെ മാറ്റി വെക്കുകയും അത് വീണ്ടും ഗംഗയുടെ കണ്ണിന് മുന്നിലേക്ക് വന്ന് വീഴുന്നത് മഹി വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്നു. വീണ്ടും വീണ്ടും ഗംഗയുടെ മുഖത്തേക്ക് തന്നെ നോക്കി മഹി ചോദിച്ചു, ഗംഗ, എന്താ എന്താ നീ ഇപ്പോ എന്റെ അരികിൽ വരാത്തത്? നീ ഇപ്പോ ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് മനഃപൂർവ്വമല്ലേ ഇപ്പോ ഈ റൂമിലേക്ക് വന്നത് എന്ന് മഹി ചോദിച്ചു. ഗംഗ പറഞ്ഞു, ഇല്ല മഹിയേട്ടാ, എനിക്കറിയില്ലായിരുന്നു മഹിയേട്ടൻ ഇല്ലെന്ന് കരുതിയ ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ വന്നത് എന്ന് പറഞ്ഞതും മഹി വീണ്ടും ഗംഗയുടെ ആ മുടിയിഴകൾ തലോടിക്കൊണ്ട് പറഞ്ഞു, നുണ അല്ലേ നീ പറയുന്നത്? നീ പറഞ്ഞത് സത്യമല്ലല്ലോ. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇപ്പൊ നീ ഇവിടേക്ക് വന്നത് എന്ന് വീണ്ടും വീണ്ടും മഹി ഗംഗയോട് ചോദിച്ചു. ഗംഗ അല്ല എന്ന് പറഞ്ഞിട്ടും മഹി അത് വിശ്വസിക്കാനാകാതെ ഗംഗയുടെ മുഖത്തേക്ക് അടുത്തങ്ങനെ നിൽക്കുമ്പോൾ ഗംഗ മഹിയോട് പറഞ്ഞു, മഹിയേട്ടാ, മാറ് മാറ് എന്ന് പറഞ്ഞ് വേഗം ഗംഗ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മഹി ഗംഗയുടെ മുഖത്തേക്ക് തന്നെ മുഖം ചേർക്കാൻ എത്തിയ സമയത്ത് ഗംഗ വേഗം പെട്ടെന്ന് മഹിയുടെ മാറെന്ന് പറഞ്ഞ് അവിടുന്ന് മാറി നിന്നു. ഉടനെ മഹി ചോദിച്ചു, എന്താ ഗംഗെ, നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ലേ? എന്തുകൊണ്ടാ നീ ഇപ്പോഴും എന്നോട് പിണങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഗംഗ മറുപടി പറയാനാകാതെ ആകെ വിഷമത്തിൽ നിന്നു. ഗംഗ അല്പസമയത്തേക്ക് തന്റെ മനസ്സിൽ അന്ന് ദേവയാനി പറഞ്ഞ കാര്യങ്ങൾ കടന്നുകൂടി. ഗംഗ ദേവയാനിയുടെ വാക്കുകളെ കുറിച്ച് ഓർത്തു. നീ എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കുവോ എന്ന് ആ ഷർട്ടും മഹിക്ക് ഇട്ടുകൊണ്ടു പോകാനുള്ള ഷർട്ടും പാനുമായി അവിടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ദേവയാനി ചോദിച്ച ചോദ്യം ഗംഗയുടെ മനസ്സിനെ അലട്ടി. മഹി വീണ്ടും ഗംഗയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, ഗംഗെ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഞാൻ മുത്തശ്ശിയോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണോ, മുത്തശ്ശിയോട് ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാണോ നീ എന്നോട് പിണങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, അതേ മഹിയേട്ടാ, അതുകൊണ്ടാ. അത് കേട്ട ഉടനെ മഹി ചോദിച്ചു, ഗംഗെ, അതിനൊക്കെ ഇത്രയും പിണങ്ങേണ്ട കാര്യമുണ്ടോ? ഞാൻ മാപ്പ് പറഞ്ഞില്ലേ, എന്നിട്ടും നീ എന്നോട് പിണങ്ങുന്നത് എന്തിനാ എന്ന് മഹി വീണ്ടും ഗംഗയോട് ചോദിച്ചതും ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, മഹിയേട്ടൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ സമയത്ത് ശ്രേയ മുകളിലേക്ക് കയറിയെത്തിയത്. ശ്രേയ ആ സ്റ്റെയർ കയറി തന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മഹിയുടെ റൂമിൽ നിന്ന് ഗംഗയും മഹിയും സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നു. ഗംഗ, നീ എന്തിനാ ഇപ്പോഴും എന്നോട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ പിണങ്ങുന്നതെന്ന് എന്നോട് പറ. ഇപ്പോഴും മുത്തശ്ശിയോട് ഞാൻ അങ്ങനെ പെരുമാറിയതിൽ നീ എന്നെ അകറ്റി നിർത്തുകയാണോ? മുത്തശ്ശിയോട് ഞാൻ അങ്ങനെ സംസാരിച്ചതിന്റെ പേരിലാണോ നീ എന്നോട് പിണങ്ങിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ശ്രേയ ആലോചിച്ചു, ദൈവമേ, ഗംഗയുടെ ശബ്ദമല്ലേത്? അവൾ എങ്ങനെ മഹിയുടെ റൂമിലെത്തി? ഈ സമയത്ത് ഗൗരിയുടെ ആത്മാവും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ശ്രേയ വേഗം തന്നെ മഹിയുടെ റൂമിന് വാതിക്കലേക്ക് എത്തിയതും മഹിയോട് ഗംഗ പറയുന്നത് ശ്രേയ കേൾക്കുന്നു. മഹിയേട്ടൻ ഒരിക്കലും മുത്തശ്ശിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് തെറ്റായിരുന്നു മഹിയേട്ട എന്നൊക്കെ ഗംഗ പറയുമ്പോൾ അത് കേട്ടു നിന്ന് ശ്രേയ അവ കലിയോടെ വിളിച്ചു, ഗംഗേ, ഗംഗേ. അപ്പോഴേക്കും വാതിൽ തട്ടിക്കൊണ്ട് ശ്രേയ ബഹളം വെച്ചു. അകത്ത് നിന്ന് മഹിയും ഗംഗയും ഞെട്ടലോടെ നോക്കി. വീണ്ടും വാതിലിനിട്ട് അടിച്ചുകൊണ്ട് ശ്രേയ വിളിച്ചു, ഗംഗേ, വാതിൽ തുറക്ക്. ഗംഗേ, ഞാൻ കേട്ടതാ നിന്റെ ശബ്ദം, വാതിൽ തുറക്കാൻ എന്ന് പറഞ്ഞ് ശ്രേയ വീണ്ടും ബഹളം വയ്ക്കുന്നു. ശ്രേയ അവിടെ നിന്ന് ഗംഗ ഗംഗ എന്ന് വിളിക്കുന്നത് കേട്ട് അവിടേക്ക് ദേവയാനിയും ഒപ്പം ഹൈമവതിയും കൂടി എത്തി. ഈ സമയത്ത് മഹി ശ്രേയ കിടന്ന് ബഹളം വയ്ക്കുന്നത് കേട്ട് ദേവയാനിയും ഗംഗയും അവിടേക്ക് ഹൈമവതിയും എത്തിയപ്പോ ഗംഗയുടെ ശബ്ദം അകത്ത് കേട്ടുവെന്ന് ശ്രേയ പറഞ്ഞു.
എന്താ നീ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് അവർ ഇരുവരും ചോദിച്ചതോടെ മഹി വാതിൽ തുറന്നു. മഹി വാതിൽ തുറക്കുമ്പോ ഗംഗയും മഹിയും ഒരുപോലെ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അത് കണ്ടതോടെ ദേവയാനിയുടെയും ഹൈമവതിയുടെയും ശ്രേയയുടെയും ബോധം പോന്നു. അവർ മൂന്നുപേരും ഞെട്ടിത്തെറിച്ച് അങ്ങനെ നോക്കിയിരുന്നു. ഗംഗയോട് മഹിയുടെ അരികിൽ പോകരുതെന്ന് പറഞ്ഞിട്ടും ഇത്രയേറെ വിലക്കുകൾ ഉണ്ടായിട്ട് ഗംഗയും മഹിയും വീണ്ടും ഒന്നിച്ചോ എന്ന ആശങ്ക അവരുടെ മനസ്സിനെ അലട്ടി. അവർ ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ഗംഗ മഹിയുടെ റൂമിൽ തന്നെ നിൽക്കുന്നത് കണ്ട് ശ്രേയ ചോദിച്ചു, നീ എപ്പോഴാണ് ഈ റൂമിൽ വന്ന് കയറിയത്? അപ്പോഴേക്കും ഗംഗ ഒന്നും മിണ്ടാതെ അങ്ങനെ ഭയന്ന് നിൽക്കുമ്പോ ശ്രേയയുടെ ആ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാത്തത് കേട്ട് അവിടേക്ക് രേഷ്മ എത്തി. രേഷ്മ ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, ഗംഗാദേ മഹിയുടെ റൂമിൽ ശ്രേയയെ കണ്ടുപിടിച്ചു. ഇത് കേട്ട ഉടനെ രേഷ്മ ചോദിച്ചു, ശ്രേയ നിനക്ക് നാണമില്ലേ? അല്ല, അവർ ഭാര്യയും ഭർത്താവും അല്ലേ? അവര് പിന്നെ ഒരു റൂമിലല്ലാതെ പിന്നെ അവരെവിടെയാ കഴിയേണ്ടത് എന്ന് രേഷ്മ ചോദിക്കണം. രേഷ്മയുടെ ആ ചോദ്യം കേട്ട് ഇഷ്ടപ്പെടാതെ ഒപ്പം ദേവയാനി ഹൈമവതിയും ശ്രേയം കലിയോടെ നോക്കി. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, നാണമല്ലേ ശ്രേയ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നിന്നെ സമ്മതിച്ചു വന്നിരിക്കണോ? നീ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോ ഗൗരി രേഷ്മയുടെ സംസാരം കേട്ട് ചിരിക്കുന്നു. അപ്പോഴേക്കും രേഷ്മ പറഞ്ഞു, അയ്യേ നാണക്കേട്, വളരെ മോശം എന്നൊക്കെ ശ്രേയെ നാണം കെടുത്തുന്ന രീതിയിൽ രേഷ്മ സംസാരിച്ചു. അപ്പോഴേക്കും ഗംഗയും മഹിയും ഒന്നിച്ചു അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശ്രേയുടെ മനസ്സിലാകെ സംശയമായി. ദൈവമേ, ഇവർ രണ്ടുപേരും ഇനി ഒരുമിച്ചാണോ കുളിച്ചത്? ഈശ്വര, അതോർത്ത് ശ്രേയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഉടനെ തന്നെ ഗംഗയും മഹിയും ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോഴേക്കും രേഷ്മ ചോദിച്ചു, അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം മാറിയോ? വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞ് ഗംഗയെയും മഹിയെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രേഷ്മ സംസാരിച്ചു. അത് ഇഷ്ടപ്പെടാതെ ദേവയാനിയും ഹൈമോദിയും നിൽക്കുമ്പോ ഉടനെ മഹി പറഞ്ഞു, അത് പിന്നെ ഗംഗ റൂമിലേക്ക് വന്നപ്പോ പെട്ടെന്ന് വാതില് ലോക്കായപ്പോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മഹി അത് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും മഹി വീട്ടിൽ ചോദിച്ചു, അല്ല നിങ്ങളെല്ലാരും എന്താ വന്നത്, എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഉടനെ ഹൈമോദ് എല്ലാവരും ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോ രേഷ്മ ചോദിച്ചു, അല്ല മഹിയുടെ എന്തിനാ ഇങ്ങനെ ചമ്മുന്നത്? അപ്പോഴേക്കും മഹി പറഞ്ഞു, എനിക്കൊരു ചമ്മലും ഇല്ലല്ലോ. ഉടനെ ഹൈമവതി പറഞ്ഞു, മോളെ നീ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് ശ്രേയെ വിളിച്ചു. നാത്തൂനും വന്നേ എന്ന് പറഞ്ഞ് ഇരുവരെയും വിളിച്ചുകൊണ്ട് ഹൈമവതി അവിടെ നിന്ന് പോയി. ഈ കാഴ്ച കണ്ട ഉടനെ രേഷ്മ മഹിയോട് ചോദിച്ചു, അല്ല ഇവർക്കൊക്കെ എന്താ മഹിയേട്ടാ? അപ്പോഴേക്കും മഹി പറഞ്ഞു, ആർക്കറിയാം. ഉടനെ രേഷ്മ പറഞ്ഞു, അസൂയാന്നേ, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത് അവർക്കൊട്ടും ഇഷ്ടമല്ല, അതിന്റെ അസൂയ എന്ന് രേഷ്മ പറഞ്ഞു. വെറും അസൂയ എന്നിങ്ങനെ രേഷ്മ പറയുമ്പോ മഹി ഗംഗയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം മഹി വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയി. ഈ സമയത്ത് രേഷ്മ ഗംഗയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് ചിരിച്ചതിന് ശേഷം അവിടെ നിന്ന് രേഷ്മയും പോകുന്നു. ഗംഗ ആകെ വിഷമത്തോടെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഗൗരിയുടെ ആത്മാവ് കുറച്ചെങ്കിലും താൻ നടത്തിയ ആ പദ്ധതി വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ഗൗരിയുടെ ആത്മാവ് മറിഞ്ഞു മറിഞ്ഞു. ഈ സമയത്ത് മറ്റൊരു റൂമിലെത്തിയ ഹൈമവതിയും ദേവയാനിയും ശ്രേയയും കൂടി അവിടെ നിന്ന സംഭവത്തെ കുറിച്ച് ആലോചിച്ചു. ആ ഗംഗ ഇത്രയേറെയൊക്കെ വിലക്കിയിട്ടും അവള് കണ്ടില്ലേ മഹിയുടെ റൂമിൽ ചെന്ന് കയറിയിരിക്കുന്നത്? ഇതിനർത്ഥം എന്താണ് നാത്തൂനെ? അവൾക്ക് മഹിയുടെ മഹിയുടെ ജീവന് പോലും ആപത്താണെന്ന് പറഞ്ഞിട്ടും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അവളുടെ വിചാരം മഹിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നതല്ലേ? അപ്പോ അവളുടെ ലക്ഷ്യം ഈ കുടുംബത്തിലെ സ്വത്ത് തന്നെയാണ്. അതിനുവേണ്ടിയല്ലേ അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇപ്പോ അവൾ ഈ വീട്ടിലെ മഹിയുടെ ഭാര്യയായി മാറിയതോടെ അവൾക്കും ഈ സ്വത്തിൽ അവകാശമുള്ളതായി മാറിയില്ലേ? അപ്പോഴാണ് ഉടനെ ശ്രേയ വിളിച്ചു പറഞ്ഞത്, സത്യത്തിൽ ആന്റിക്കില്ലാത്ത സ്ഥാനമാണ് അവൾക്കിപ്പോ ഈ വീട്ടിലുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞാലും ആന്റിക്ക് ഈ വീട്ടിൽ എന്താ അവകാശമാണ് ഉള്ളത്? എന്നാൽ അവൾക്ക് ആന്റിയേക്കാൾ ഏറെ അവകാശമുണ്ട്. അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് ശ്രേയ അറിയിച്ചു. അത് കേട്ടതോടെ ദേവയാനി ആകെ ഞെട്ടി. അപ്പോഴേക്കും ഉടനെ ശ്രേയ പറഞ്ഞു, അതെ ആന്റി ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ തന്നെ മഹിയേട്ടൻ അവളെ കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അവൾക്ക് മഹിയേട്ടനോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ മഹിയേട്ടനോട് അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് മഹിയേട്ടൻ ഇനി അവളുടെ പിണക്കം മാറ്റാനായി വേണ്ടത്ര എല്ലാ ശ്രമങ്ങളും മഹിയേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് നമുക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് മഹിയേട്ടനോട് ഇഷ്ടമുള്ളതിനാൽ മഹിയേട്ടൻ ഇനിയും ഇതുപോലെ തന്നെ അവളുടെ പിണക്കം മാറ്റാനായി ശ്രമിച്ചാൽ അവസാനം അവൾക്ക് മഹിയേട്ടനെ ഇത് എപ്പോഴും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അവൾക്ക് അധികനാൾ മഹിയേട്ടനെ തന്റെ അരികിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, അതുതന്നെ, അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഇനി ഇതുപോലൊരു അവസരം ഉണ്ടാകാൻ ഒരിക്കലും ഇട കൊടുക്കരുത്.
അവരുടെ രണ്ടുപേരും തമ്മിൽ അടുക്കാനായിട്ടുള്ള അവസരം ഒരിക്കലും ഉണ്ടാകാതെ നമ്മൾ നോക്കണം എന്ന് ദേവയാനി ഇരുവരോടും അറിയിച്ചു. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, എന്തായാലും ഇവിടെ ഗംഗ ഒരു കാരണവശാലും സ്വന്തം ഇഷ്ടപ്രകാരം മഹിയുടെ റൂമിലേക്ക് പോകില്ല. അതിന് മറ്റെന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. മഹിയോടുള്ള അവളുടെ സ്നേഹം അത് എത്രത്തോളമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ മഹിക്കൊരു ആപത്ത് വരാനും അവൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഇതിനിടയിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ ഒരിക്കലും ആ റൂമിലേക്ക് പോകില്ല എന്ന് ദേവയാനി അറിയിച്ചു. ഇനി ഇതൊക്കെ ആ ഗൗരിയുടെ ആത്മാവാണോ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചെന്നും പറയാനാവില്ല എന്ന് ഹൈമവതി അറിയിച്ചതും ദേവയാനി അത് ശരി തന്നെയാണെന്ന് സമ്മതിച്ചു. എന്തായാലും ഇനി അവർ തമ്മിൽ എടുക്കാനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുക മാത്രമേ ഇനി ഇതിനൊരു പോംവഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈമവതിയുടെ അരികിൽ നിന്ന് ദേവയാനി പോകുന്നു. ദേവയാനി പോയതിനു ശേഷം ശ്രേയയും ഹൈമവതിയും കൂടി മറ്റൊരു തീരുമാനത്തിലെത്തി. എന്തായാലും ഇനി ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഗംഗയെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലമ്മേ. കാരണം അവൾ ഈ വീട്ടിൽ ഒരു ജോലിക്കാരിയായി കടന്നുകൂടി ആദ്യം മാളുവിന്റെ സ്നേഹം പിടിച്ചടക്കി, അതിനുശേഷം മഹിയേട്ടന്റെയും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്ത് എന്റെ കയ്യിൽ മോതിരമണിയിച്ച ആള് വിവാഹ പന്തലിൽ വെച്ച് അവളുടെ കെട്ടി താലി അണിയിച്ചെങ്കിൽ എത്രത്തോളം മഹിയേട്ടന്റെ മനസ്സിനെ അവൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അവളെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അവളിനി അധികകാലം ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഗംഗയെ എന്നേക്കുമായി അവസാനിപ്പിക്കുക, അത് മാത്രമാണ് ഇതിനുള്ള പരിഹാരമെന്ന് ശ്രേയ ദേവയാനിയോട് ഹൈമവതിയോട് പറയുന്നു.